ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് ഡ്രോസോഫിലയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ബോഡി പ്ലാൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രോസോഫിലയുടെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് എടുത്തു നോക്കിയാൽ ഒരു ഹൈറാർക്കി ഓഫ് ജീൻസ് ഉണ്ട് കേട്ടോ. ഒരു സെറ്റ് ഓഫ് ജീൻസ് ഉണ്ട്. അപ്പം അവർ എടുക്കുമ്പോൾ അവർ എപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത് എന്നതിനൊരു ഓർഡറുണ്ട്, ഒരു സീക്വൻഷ്യൽ ഓർഡറുണ്ട്. അതിനാണ് ഹൈറാർക്കി. ഫസ്റ്റ് ഏത് ആക്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഏത്, അത് കഴിഞ്ഞിട്ട് ഏത്, അങ്ങനെ ഒരു ഒരു സീക്വൻഷ്യൽ ഓർഡർ, ആ, ഒരു ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിനെയാണ് ഹൈറാർക്കി ഓഫ് ജീൻ. ഈ ജീൻസിൻ്റെ ഈ ആക്ഷൻ്റെ ഹൈറാർക്കി ആണ് ഡ്രോസോഫിലയുടെ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ് ടൈമിൽ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഏത് കാരണം ഉണ്ടാവുന്നത്? ഈ ഹൈറാർക്കി ഓഫ് ജീൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ആൻറ്റീരിയർ പോസ്റ്റീരിയർ പൊളാരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എംബ്രിയോയെ ഓരോരോ സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ആ സ്പെസിഫിക് നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെയും പിന്നിൽ ആരാണ്? ഈ ഹൈറാർക്കി ഓഫ് ജീൻസ് ആണ്. അപ്പോൾ ഈ ഹൈറാർക്കി ഓഫ് ജീൻസ്, സീക്വൻഷ്യൽ ഓർഡറിൽ ആക്ട് ചെയ്യുന്ന ആ സെറ്റ് ഓഫ് ജീൻസ് അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ജീൻസിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേറെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് മെറ്റേണൽ എഫക്റ്റ് ജീൻസ്. ഈ മെറ്റേണൽ എഫക്റ്റ് ജീൻസ് ആണ് ഇവരെ ട്രിഗർ ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഈ സെറ്റ് ഓഫ് ജീൻസിനെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയോ എന്താണ് ഈ മെറ്റേണൽ ഇഫക്റ്റ് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റേണൽ എന്ന് പറഞ്ഞാൽ മദർലി അല്ലേ? അപ്പം മദറിൻ്റെ ബോഡിയിലുള്ള ജീനാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. നോക്കിക്കേ, ഈ ഡ്രോസോഫില്ല എംബ്രിയോയിൽ ഇപ്പം മദറിൻ്റെ ബോഡിയിലെ ജീൻ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഡൗട്ടാണ് അല്ലേ? അപ്പം നോക്കിയേ, മെറ്റേണൽ ഇഫക്റ്റ് ജീൻസ് വെച്ച് കഴിഞ്ഞാൽ മദറിൻ്റെ ബോഡിയിലെ ഓവറിയിലാണല്ലോ ഓവം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പം അതിൻ്റെ ബോഡിയിൽ ഓവം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓവറിയിലെ സെൽസിനകത്ത് ചില ജീനുകളുണ്ട്. ആ ജീനുകളെ നമുക്ക് എന്തെന്ന് പറയാം? മറ്റേണൽ ഇഫക്റ്റ് ജീൻസ് എന്ന് പറയാം. അപ്പം ഈ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷണൽ പ്രോഡക്ട്സ് mRNA ആകാം, ചിലപ്പോൾ അതിൽ ട്രാൻസ്ലേഷൻ നടന്ന പ്രോട്ടീൻ ആകാം. ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഈ ഓവം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. ഈ mRNAയോ പ്രോട്ടീനോ ഈ ഓവത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ഈ ഓവം ഫെർട്ടിലൈസ്ഡ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഈ മെറ്റേണൽ സെൽസിലെ ജീനിൽ നിന്ന് വന്നിട്ടുള്ള mRNAയോ പ്രോട്ടീനോ ആയിരിക്കും. അങ്ങനെയുള്ള പ്രോട്ടീനെ അല്ലെ mRNA ആണ് മെറ്റേണൽ ഇഫക്റ്റ് mRNA എന്ന് പറയാം. പ്രോട്ടീൻ ആണെങ്കിൽ മെറ്റേണൽ ഇഫക്റ്റ് പ്രോട്ടീൻ എന്ന് പറയാം. അവരെയാണ് നമ്മൾ മെറ്റേണൽ ഇഫക്റ്റ് ജീൻസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ mRNA ഫോം ചെയ്യുന്ന ജീൻസിനെ മെറ്റേണൽ ഇഫക്റ്റ് ജീൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് പിടിയിട്ടില്ലയോ? ആദ്യത്തെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സൈഗോട്ടിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ മെറ്റേണൽ ഇഫക്റ്റ് ജീൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള mRNAയോ പ്രോട്ടീനുകളോ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Maternal effect genes whose products, usually proteins or RNA, produced by mother and deposited into the egg. These gene products are essential for the early embryonic development. എപ്പോൾ വരെ? സൈഗോട്ടിക് ജീൻ ആക്റ്റീവ് ആവുന്നത് വരെ. അപ്പോൾ സിമ്പിളായിട്ട് അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിക്കോളുക. ഇനി സൈഗോട്ടിക് ജീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരിക്കും? ഡ്രോസോഫിലയുടെ എംബ്രിയോ മീൻസ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അങ്ങോട്ട് തുടങ്ങി, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ടായി, അത് ഡെവലപ്മെൻറ്റ് ഡിവൈഡ് ചെയ്ത് ഡെവലപ്മെൻറ്റ് കുറച്ചങ്ങോട്ട് ആയി കഴിഞ്ഞ് എംബ്രിയോ ആയി കഴിയുമ്പോൾ അന്നേരം ആ സൈഗോട്ടിൻ്റെ ജീനോം ഏറ്റെടുക്കും ഫർദർ ഡെവലപ്മെൻറ്റ്. അപ്പം ആ സൈഗോട്ടിൻ്റേതായിട്ടുള്ള ജീനോമിനെയാണ് സൈഗോട്ടിക് ജീനോം എന്ന് പറയുന്നത്. കേട്ടോ? ആ ഡ്രോസോഫിലയുടെ എംബ്രിയോയിൽ സെൽസിലുള്ള ജീനോമിനെയാണ് സൈഗോട്ടിക് ജീനോം എന്ന് പറയുന്നത്. ഇത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലേ ഒന്ന് ആക്റ്റീവ് ആവുകയുള്ളൂ. മനസ്സിലായ? ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ പോലും തുടങ്ങുന്നത് ഈ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമേ ഉള്ളൂ.
അപ്പോൾ ഇയർലി സ്റ്റേജസ് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ ആരാണ് ഡെവലപ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്? മെറ്റേണൽ ഇഫക്റ്റ് ജീൻ പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പോൾ സൈഗോട്ടിക് ജീൻ എന്താണ്, സൈഗോട്ടിക് ജീൻ എന്താണ്, മെറ്റേണൽ ഇഫക്റ്റ് ജീൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോർഷനിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ വരുന്ന mRNA, ഇതിപ്പോൾ ഓവമാണ്. അപ്പോൾ ഓവത്തിൽ അപ്പോൾ അതിന് ട്രാൻസ്ലേഷൻ, ഇത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ mRNA ഓവത്തിൽ ഡിപ്പോസിറ്റ് ആവുന്നത്. അതിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻസ് വരും. ഈ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മറ്റ് ചില ജീനിനെ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ മറ്റ് ചില ജീനുകളുടെ ട്രാൻസ്ലേഷൻ ലെവല് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അവരെ ട്രാൻസ്ക്രിപ്ഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് വിളിക്കാമല്ലോ. ഓക്കെ, അപ്പം അതങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ എഗ്ഗ് ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അത് സൈഗോട്ടാവും. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് തുടങ്ങിയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്രോസോഫില്ലയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ സിൻസൈറ്റിൽ കണ്ടീഷനാണ്. സിൻസൈറ്റിൽ എന്ന് പറയുമ്പോൾ സൈറ്റോകൈനസിസ് നടക്കുന്നില്ല, അല്ലേ? ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആരുണ്ട് ഈ മീൻസ് ആ സൈറ്റോപ്ലാസത്തിൽ? നമ്മുടെ മെറ്റേണൽ ഇഫക്റ്റ് പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസ് ഈ സൈറ്റോപ്ലാസത്തിൽ ഫുള്ള് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? സൈഗോട്ടിക് ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആക്ടിവേറ്റ് ചെയ്യും. ചില സൈഗോട്ടിക് ജീൻസിനെ റിപ്രസ് ചെയ്യും. എന്തുമായാലും അവരുടെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യും ഈ മെറ്റേണൽ ഇഫക്റ്റ് പ്രോട്ടീൻസ്. ആക്ടിവേറ്റ് ഓർ റിപ്രസ് ദ എക്സ്പ്രഷൻ ഓഫ് സർട്ടൺ സൈഗോട്ടിക് ജീൻസ്. ഇനി നമുക്ക് സൈഗോട്ടിക് ജീനുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട സൈഗോട്ടിക് ജീൻസ് ഏതൊക്കെയാണ്? മെയിനായിട്ട് 3 ടൈപ്പാണ് ഉള്ളത് ഡ്രോസോഫില്ലയുടെ ഇയർലി ഡെവലപ്മെൻറ്റിൽ. ഫസ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ ഗ്യാപ് ജീൻസ് എന്ന് പറയാം. ഈ ജീനാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു ഹൈറാർക്കി ഓഫ് ജീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഹൈറാർക്കിയിൽ ഏറ്റവും ആദ്യം ആക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് ഗ്യാപ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ജീൻസ് ഇപ്പം നമ്മൾ ഡ്രോസോഫില്ലയുടെ എംബ്രിയോ എടുത്തു കഴിഞ്ഞാൽ എംബ്രിയോയുടെ ഓൾമോസ്റ്റ് ഫുൾ എക്സ്റ്റെൻഡ് ബ്രോഡ് റീജിയനിലും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ജീൻസാണ് സൈഗോട്ടിക് ജീനാണ് ഗ്യാപ് ജീൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡിഫൈൻ ലാർജ് ഏരിയാസ് ഓഫ് ദി ഡെവലപ്പിംഗ് ബോഡി പ്ലാൻ. അപ്പം അത് ഇതിലൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഹഞ്ച് ബാക്ക്, ക്രുപ്പൽ ജോയിൻറ്റ് നെർവ്സ്. അപ്പോൾ ദേ ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് ദ ഓവറാൾ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഓഫ് ദി എംബ്രിയോ. അപ്പം എംബ്രിയോയുടെ ബ്രോഡർ ഏരിയയിൽ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഡെവലപ്മെൻറ്റിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാം ഈ ഗ്യാപ് ജീൻസിന്. ഇനി പെയർ റൂൾ ജീൻസ് ആണ്. പെയർ റൂൾ ജീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഗ്യാപ് ജീൻ്റെ പ്രോഡക്ട്സ് വരുമല്ലോ. ഗ്യാപ് ജീൻസിൻ്റെ പ്രോഡക്ട്സ് അത് mRNA ആവാൻ മതി എന്നുള്ള പ്രോട്ടീൻസ് ആകാം. അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, അതേപോലെ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഈ ഗ്യാപ് ജീൻ പ്രോട്ടീൻസിൻ്റെ, അതാണ് ആരുടെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്? പെയർ റൂൾ ജീനെ എൻ്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ആ ഹൈറാർക്കി എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതേപോലെ ഈ പെയർ റൂൾ ജീൻസ് ഇപ്പം ഇങ്ങനെ സെഗ്മെൻറ്റ്സ് എടുക്കുവാണെങ്കിൽ സീക്വൻഷ്യലായിട്ട് എക്സ്പ്രസ്ഡ് ആവത്തില്ല. ഇപ്പം പെയർ റൂൾ ജീൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്യത്തില്ല, ഇവിടെ എക്സ്പ്രസ് ചെയ്യും. ഓൾട്ടർനേറ്റിംഗ് സെഗ്മെൻറ്റ്സിൽ മാത്രമേ ഇത് എക്സ്പ്രസ് ചെയ്യൂ, ഓൾട്ടർനേറ്റിംഗ് സെഗ്മെൻറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഒരു ഡിമാർക്കേഷൻ ഉണ്ടാവും, ഓരോരോ സെഗ്മെൻറ്റിൻ്റെ ഒരു ഡിമാർക്കേഷൻ ഉണ്ടാകും. അങ്ങനെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്സിൽ പെയർ റൂൾ ജീൻ പിന്നെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. റിഫൈൻ ദ സെഗ്മെൻറ്റേഷൻ ഓഫ് ദി എംബ്രിയോ. അപ്പം ഡ്രോസോഫില്ലയുടെ എംബ്രിയോ നോക്കുമ്പോൾ കണ്ടോ നമുക്ക് ഈ പെയർ റൂൾ ജീൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് 7 ട്രാൻസ്വേഴ്സ് ബാൻഡ് ഇവിടെ നല്ലോണം എണ്ണാം. 1 2 3 4 5 6 7 കേട്ടോ, ട്രാൻസ്വേഴ്സ് ബാൻഡ് ഉണ്ട് കേട്ടോ. ഈ ബാൻഡ് എന്ന് പറയുന്നത് ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. ആണല്ലോ, അല്ലേ? ഇതിന് പെർപെൻഡിക്കുലർ അല്ലേ? ആണ്. ഈച്ച് സ്ട്രിപ്പ്, ഇപ്പോൾ ഇതിലെ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഈ ബാൻഡ് ഓഫ് സെല്ലാണ്. മനസ്സിലായോ? എന്നിട്ട്
ഒരു പർട്ടിക്കുലർ പെയർ റൂൾ ജീൻ ആയിരിക്കും അതിലെ ഓരോ സെല്ലിലും ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതിൽ ഒരു പെയർ റൂൾ ജീൻ, ഇതിൽ വേറൊരു പെയർ റൂൾ ജീൻ, അങ്ങനെ ആയിരിക്കും അത് ആക്ടിവേറ്റ് ആവുന്നത്. എക്സാമ്പിൾസ് ഈവൻ സ്കിപ്ഡ്, അതിൻ്റെ ഷോർട്ട് ഫോം ഈവ്, ഫിഷി, തറാസു. അപ്പം ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ഓഫ് സൈക്കോട്ടിക് ജീനാണ് സെഗ്മെന്റ് പൊളാരിറ്റി. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സെഗ്മെന്റിന് എന്തോ ഒരു പൂർണ്ണത കൊടുക്കുന്ന ജീൻസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? പെയർ റൂൾ ജീൻസ് ഉണ്ടോ, പെയർ റൂൾ ജീൻസ് ആണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ, സെഗ്മെന്റ് പൊളാരിറ്റി ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ സെഗ്മെന്റ് ആൻറ്റീരിയർ എൻഡ്, നമുക്ക് പോസ്റ്റീരിയർ എൻഡ്, ബൗണ്ടറീസ് എന്ന് പറയാം, അത് ക്ലിയർ ആയിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഒരു ആക്ഷൻ കൊണ്ടാണ്, ഈ സെഗ്മെന്റ് പൊളാരിറ്റി ജീൻസ്. അതുകൊണ്ടാണ് സെഗ്മെന്റിന്റെ ഓരോ പൊളാരിറ്റി, ആൻറ്റീരിയർ എൻഡ്, പോസ്റ്റീരിയർ എൻഡ് എന്നുള്ള ആ ഒരു പൊളാരിറ്റി ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സൈക്കോട്ടിക് ജീൻസ് ആണ് സെഗ്മെന്റ് പൊളാരിറ്റി ജീൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എൻഗ്രെയിൽഡ്, വിംഗ്ലെസ്. ഇനി നമ്മുടെ സൈക്കോട്ടിക് ജീനുകൾ ഏതൊക്കെയാണ്? ഗ്യാപ്പ് ജീൻ, പെയർ റൂൾ ജീൻ, സെഗ്മെന്റ് പൊളാരിറ്റി ജീൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് പ്രോട്ടീൻ പ്രോഡക്ട്സ് ഇൻ്ററാക്ട് ചെയ്യും. ഏതിൻ്റെയൊക്കെ? നമ്മുടെ എല്ലാ ഗ്യാപ്പ് ജീൻസിൻ്റെയും പ്രോട്ടീൻ പ്രോഡക്ട്സ് ഇൻ്ററാക്ട് ചെയ്തിട്ട് അവർ വേറൊരു ഗ്രൂപ്പ് ഓഫ് ജീൻസിനെ റെഗുലേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പ് ഓഫ് ജീൻസിൻ്റെ പേരാണ് ഹോമിയോട്ടിക് സെലക്ടർ ജീൻസ്. മനസ്സിലായപ്പോൾ ഇവരെല്ലാം ഗ്രൂപ്പ് ചേർന്നിട്ട് വേറൊരു ഗ്രൂപ്പ് ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ ജീൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണ്? ഇവരാണ് പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യണം, ലെഗാണോ വിങ് ആണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യും, ഏത് ഓർഗൻ. അപ്പം ഇവർക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ഇംപ്രോപ്പറായിട്ട് ബോഡി സ്ട്രക്ചേഴ്സ്, വേണ്ടിടത്തല്ലാതെ മിസ്പ്ലേസ്ഡ് ആയിട്ട് ബോഡി സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും ഈ ജീൻസിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ. മനസ്സിലായോ? ഇനി നമുക്ക് എംബ്രിയോയിലുള്ള പ്രോട്ടീൻ ഗ്രേഡിയൻസ് നെ കുറിച്ചൊന്ന് ജസ്റ്റ് പറയാം. എങ്ങനെയാണ്, ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം എ സെറ്റ് ഓഫ് ജീൻസ് ഉണ്ട്. ഈ സെറ്റ് ഓഫ് ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റേണൽ ഇഫക്റ്റ് ജീൻസ് ആണ്. അപ്പം അത് എവിടെയാണ്? ഓവറിയുടെ സെല്ലിലാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം അതിൽ നിന്ന് പെർട്ടിക്കുലർ mRNA, ആ mRNAകളെ മോർഫോജൻസ് എന്ന് നമുക്ക് പറയാം. മോർഫോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ചില സബ്സ്റ്റൻസസ് അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ് കൊണ്ട് അതിന് ഒരു പർട്ടിക്കുലർ ഡെവലപ്മെൻറ്റ് പാറ്റേൺ കൊണ്ടുവരാൻ കഴിയും. കാരണം അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ മോർഫോജൻസ്, കാരണം അതിൻ്റെ കോൺസെൻട്രേഷൻ, ഏത് സബ്സ്റ്റൻസ് ആണോ ആ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ വേരി ചെയ്യുന്നതനുസരിച്ച് ഡെവലപ്മെൻറ്റിൽ വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ മോർഫോജൻസ്. പിടികിട്ടിയോ? അപ്പം എ സെറ്റ് ഓഫ് ജീൻസ് ഉണ്ട്, മെറ്റേണൽ ഇഫക്റ്റ് ജീൻ. അതിൽ നിന്ന് ചില മോർഫോജൻസ്, അത് ചിലപ്പോൾ mRNA ആവാം, പ്രോട്ടീൻസ് ആവാം. അവർ ആൻറ്റീരിയർ മോസ്റ്റ് റീജിയൻ്റെ ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യും. അതേപോലെ വേറൊരു സെറ്റ് ഓഫ് മെറ്റേണൽ ഇഫക്റ്റ് ജീൻസ് ഉണ്ട്. അവർ വേറൊരു ഗ്രൂപ്പ് ഓഫ് മോർഫോജൻസിനെ ഡെവലപ്പ് ചെയ്യും. അത് പോസ്റ്റീരിയർ പാർട്ട്. ഇനി അതേപോലെ മൂന്നാമതൊരു സെറ്റ് ഓഫ് ജീൻസ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രിമിറ്റീസ്, ഇപ്പോൾ പോസ്റ്റീരിയർ എന്താണെങ്കിൽ പോസ്റ്റീരിയർ എക്സ്ട്രിമിറ്റിയിൽ ചില പ്രത്യേകതകൾ ഡെവലപ്പ് ചെയ്യണം, ആൻറ്റീരിയർ എക്സ്ട്രിമിറ്റിയിൽ ചില പ്രത്യേക പാർട്സ് ഡെവലപ്പ് ചെയ്യണം. അപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യുന്ന തേർഡ് സെറ്റ് ഓഫ് ജീൻസ്. ഇവരുടെ എല്ലാ ആക്ഷൻ കൊണ്ടാണ് ചില പ്രോട്ടീൻ ഗ്രേഡിയൻസ്, അതെങ്ങനെ വരുന്നത് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. ഏർലി എംബ്രിയോയിൽ ആദ്യം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ നമുക്കിനി ബൈക്കോയ്ഡ് mRNA എങ്ങനെയാണ് oocyteൻ്റെ ആൻറ്റീരിയർ പോളിൽ വരുന്നതെന്ന് നോക്കാം. ഈ ബൈക്കോയ്ഡ് mRNA എന്ന് പറയുന്നത് ഒരു മെറ്റേണൽ ഇഫക്റ്റ് mRNA ആണ്, ഒരു മോർഫോജനാണ്. ഇത് എങ്ങനെ ആൻറ്റീരിയർ പോളിൽ വരുന്നതെന്ന് നോക്കാം. ആൻറ്റീരിയർ പോളിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മോർഫോജനാണ് ബൈക്കോയ്ഡ് mRNA. അപ്പോൾ അതാണ് നമുക്കിവിടെ oocyte കാണാം, ഇവിടെ നെർവ് സെൽസ് ഉണ്ട്. അപ്പോൾ ബൈക്കോയ്ഡ് mRNA എന്ന് പറയുന്നത് മെറ്റേണൽ ഇഫക്റ്റ് mRNA ആണ്. അതുകൊണ്ട് മെറ്റേണൽ നെർവ് സെൽസിലെ ജീനിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പം ആ മെറ്റേണൽ ഇഫക്റ്റ് ജീനായിട്ടുള്ള ബൈക്കോയ്ഡ് ജീനിൽ നിന്ന് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ട്. ആര്? ബൈക്കോയ്ഡ് mRNA ഇരിപ്പുണ്ട്.
അപ്പോൾ ഈ ബൈക്കോഡ് mRNA ആണ് നമ്മുടെ oocyte-ൽ എത്തേണ്ടത്. ഈ ബൈക്കോഡ് mRNA-യുടെ 3' എൻഡിലൊരു അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ഉണ്ട്. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ഈ റീജിയന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ റീജിയൻ 2 പ്രോട്ടീൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. എക്സുപ്രൻഷ്യ എന്നും സ്വാളോ എന്നും പറയുന്ന 2 പ്രോട്ടീൻ. അപ്പോൾ ഈ 2 പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണെന്നറിയാമോ? ബൈക്കോഡ് mRNA-യുടെ ലോക്കലൈസേഷന്. ഇതിനെ കറക്റ്റ് oocyte-ന്റെ ആൻറ്റീരിയർ എൻഡിൽ എത്തിക്കാൻ ലോക്കലൈസ് ചെയ്യുന്നതിന് ഈ 2 പ്രോട്ടീൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ട്രാൻസ്ലോക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ നോട്ട് ചെയ്തോളൂ. ഇനിഷ്യേറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇനി അതിനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ ഒരു പാത്വേ വേണ്ടേ? മൈക്രോ ട്യൂബ്യൂൾസ് വഴിയാണ്. ഈ മൈക്രോ ട്യൂബ്യൂളിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കി. ഇതിൻ്റെ പ്ലസ് എൻഡ് ഇതുണ്ട് നമ്മുടെ oocyte-നെ ഡയറക്റ്റ് ചെയ്യും. മൈനസ് എൻഡ് നെർവ് സെൽസിലോട്ടും നെർവ് സെൽസിൻ്റെ സൈഡിലേക്കുമാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലസ് മൈക്രോ ട്യൂബ്യൂളിൻ്റെ പ്ലസ് എൻഡിലേക്ക് കാർഗോ മൂവ് ചെയ്യിക്കുന്ന ഒരു പ്രോട്ടീനുണ്ട്, കൈനസിൻ. ഈ കൈനസിൻ വന്നിട്ട് ഇവരെ ഇത്രയും കൂടെ ഉണ്ടോ പ്ലസ് എൻഡ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകും. ആരെയൊക്കെയാണ്? ബൈക്കോയിഡ്, എക്സുപ്രൻഷ്യ, സ്വാളോ കൊണ്ടുപോയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോസ്റ്റീരിയർ എൻഡ് അല്ലേ നമ്മുടെ oocyte-ന്റെ. ഇതെന്ന് പറയുന്നത് പോസ്റ്റീരിയർ എൻഡ്, ഇതെന്ന് പറയുന്നത് ആൻറ്റീരിയർ എൻഡുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബൈക്കോയിഡ് mRNA ഇവിടെ ഇരുന്നാൽ പറ്റുമോ? ഇല്ല, ഇവിടെ വരണം. അപ്പോൾ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇനി കാർഗോയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഡൈനിൻ. സോ അതാണ് നമ്മൾ ഡൈനിൻ വന്നു. ഡൈനിൻ എന്നിട്ട് തിരിച്ച് ബൈക്കോയിഡിനെയും എക്സുപ്രൻഷ്യയും സോളയിലൂടെ എങ്ങോട്ട് കൊണ്ടുവന്നു? oocyte-ന്റെ ആൻറ്റീരിയർ എൻഡിൽ കൊണ്ടുവന്ന് അവിടെ ആങ്കർ ചെയ്ത് വെച്ചു. അപ്പോൾ തന്നെ അവിടെ റെഡിയാണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് നോട്ട് ചെയ്തോണം. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ബൈക്കോഡ് mRNA-യുടെ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. പക്ഷെ അത് വെൽ സെറ്റായിട്ട് കറക്റ്റ് പ്ലേസ്ഡ് വന്ന് ആങ്കർ ചെയ്ത് കഴിഞ്ഞു. ഇനി നാനോസ് mRNA എങ്ങനെ എൻ്റെ oocyte-ന്റെ പോസ്റ്റീരിയർ പോളിലെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സിമ്പിൾ പാസീവ് ഡിഫ്യൂഷൻ വഴിയാണ്. നമുക്കറിയാം. അപ്പോൾ oocyte ഉണ്ടാവുന്ന സമയത്ത് നെർവ് സെൽസിലാണ് ഈ നാനോസ് mRNA ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അവിടുന്ന് സിമ്പിൾ പാസീവ് ഡിഫ്യൂഷൻ വഴിയാണ് ഇത് മൂവ് ചെയ്ത് പോസ്റ്റീരിയർ എൻഡിൽ എത്തുന്നത്. ഓക്കെ. അപ്പോൾ പോസ്റ്റീരിയർ എൻഡിൽ എത്തിക്കഴിയുമ്പോൾ ഈ നാനോസ് mRNA-യുടെ 3' എൻഡിലുള്ള അൺട്രാൻസ്ക്രൈബ്ഡ് റീജിയൻ ചില പ്രോട്ടീൻസുമായിട്ട്, ചില ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. ആ ഇൻറ്ററാക്ഷൻ്റെ ഫലമായിട്ട് പോസ്റ്റീരിയർ റീജിയനിലെ സൈറ്റോസ്കെൽറ്റനിൽ നല്ലതായിട്ട് അറ്റാച്ച് ചെയ്ത് ടിതർ ചെയ്തിട്ട് ഇരിക്കാൻ ഈ നാനോസ് mRNA-ക്ക് പറ്റും. അപ്പം ഏതൊക്കെയാണ് ആ ജീനുകൾ, ഈ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്ന ജീനുകൾ ഏതൊക്കെയാണ്? അതേതൊക്കെയാന്ന് നോക്കിയേ. ഓസ്കാർ, വാലസ്, വാസ, സ്റ്റെഫൻ, ടൂഡർ. അപ്പോൾ ഈ ജീനുകളുടെ എല്ലാം പ്രോട്ടീൻസ് ആണ് ഈ നാനോസിൻ്റെ 3' UTR-ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇതിനെ പോസ്റ്റീരിയർ റീജിയനിലെ സൈറ്റോസ്കെൽറ്റനുമായിട്ട് ബൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നമ്മുടെ oocyte ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നെർവ് സെൽസ് ആണ് ഇത് oocyte ആവുന്ന ആ ഒരു പോർഷൻ. എന്താണ് പ്രിമോഡിയൽ oocyte എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് സൈറ്റോസ്കെൽറ്റൻ്റെ ഓറിയൻറ്റേഷൻ എപ്പോഴും നെഗറ്റീവ് എൻഡ് നമ്മുടെ oocyte-ന്റെ ആൻറ്റീരിയർ എൻഡിലേക്കും, പിന്നെ പോസിറ്റീവ് എൻഡ് ഓഫ് സൈറ്റോസ്കെൽറ്റൻ എപ്പോഴും oocyte-ന്റെ പോസ്റ്റീരിയർ എൻഡിലോട്ടും ഡയറക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു mRNA കുറിച്ച് കൂടെ പഠിക്കണം. ആ mRNA-യുടെ പേരാണ് ഓസ്കാർ mRNA. ഈ ഓസ്കാർ mRNA-ക്ക് ചില പ്രത്യേകതകളും ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ ഇത് പോസ്റ്റീരിയർ എൻഡിൽ എത്തണം. പോസ്റ്റീരിയർ എൻഡിൽ എത്തിക്കാനുള്ള വണ്ടി ഏതാണ്? സൈറ്റോസ്കെൽറ്റനിൽ കൂടെ ഓടുന്ന വണ്ടി നമുക്കറിയാം, കൈനസിൻ പ്രോട്ടീൻ. അപ്പോൾ ഇത് കൈനസിൻ പ്രോട്ടീൻ. അപ്പോൾ ഓസ്കാർ mRNA ബൈൻഡ് ചെയ്തു. കൂടെ വേറൊരാളൂടെ വേണം സഹായത്തിന്, സ്റ്റെഫൻ പ്രോട്ടീൻ. അപ്പം അതും വന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ കൈനസിൻ പ്രോട്ടീൻ പോസ്റ്റീരിയർ എൻഡിലോട്ട് വന്നു. ഇവിടെ എത്തിക്കഴിയുമ്പം നമുക്കറിയാം ഈ സ്റ്റെഫൻ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? ഈ ഓസ്കാർ mRNA-യുടെ ട്രാൻസ്ലേഷൻ നടത്തി കൊടുക്കും. അത് അലോ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തുണ്ടാവും ഇതിന്ന്? ഒരു പ്രോട്ടീൻ ഉണ്ടാവത്തില്ലേ? ഓസ്കാർ പ്രോട്ടീൻ. അതവിടെ വെയിറ്റ് ചെയ്യാണ് ഒരാൾക്ക് വേണ്ടി. ആരാണ് വരുന്നത്? നമ്മുടെ ഈ എന്താണ് ഓവറിയുടെ നെർവ് സെൽസിലുള്ള mRNA, ഒരു mRNA. അതിൻ്റെ പേരാണ് നാനോസ്, നമ്മുടെ നാനോസ്.
ഇപ്പം ഈ നാനോസ് ഇങ്ങനെ അവിടെ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഈ നാനോസിന്റെ 3' UTRൽ ആര് കയറി പിടിക്കും? സ്മഗ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. ഈ സ്മഗ് കയറി പിടിച്ചിട്ട് അത് അവിടെ അനങ്ങാതിരിക്കുവാണോ? അല്ല, ഇത് വേറൊരു പ്രോട്ടീനായ കപ്പ്, കണ്ടോ, ഈ കപ്പിനെ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ ഇവരെന്തോ ചെയ്യുന്നത്, ഈ നാനോസിൽ ഒരു റൈബോസോമും വന്ന് ബൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അതിനെ ഇങ്ങനെ പൊതിഞ്ഞ് അടച്ചു പൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? റൈബോസോംസ് വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്കറിയാം ട്രാൻസ്ലേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഈ നാനോസ് എങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നത്? പോസ്റ്റീരിയർ മോസ്റ്റ് റീജിയനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ആരിരിപ്പുണ്ട്? നമ്മുടെ ഓസ്കാർ പ്രോട്ടീൻ ഇരിപ്പുണ്ട്. ഓസ്കാർ പ്രോട്ടീൻ പറയും മാറടാ. ആരോട്? നമ്മുടെ കപ്പ് പ്രോട്ടീനെ അത് ഇങ്ങനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നാനോസ് റെഡിയല്ലേ? ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് റെഡിയാണ്. പോസ്റ്റീരിയർ എൻഡിൽ എത്തി. പോസ്റ്റീരിയർ എൻഡിലെ സൈറ്റോസ്കെൽട്ടനിൽ ബൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അതാണ് എഴുതിയേക്കുന്നത്. ഓസ്കാർ പ്രോട്ടീൻ അലൗസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് നാനോസ് ആൻറ്റിതറി ടു ദ പോസ്റ്റീരിയർ എൻഡ്. ട്രാൻസ്ലേഷൻ പക്ഷെ നടക്കത്തില്ല ഇപ്പോൾ അവിടെ തന്നെ കേട്ടോ. ട്രാൻസ്ലേഷൻ എപ്പോഴാണ് നടക്കുന്നത് ഞാനിപ്പോൾ പറയാം. ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഏത്? നമ്മുടെ നാനോസ് mRNA പോസ്റ്റീരിയർ പോളിലെത്തി സൈറ്റോസ്കെൽട്ടൽ എലിമെന്റിൽ ബൗണ്ട് ചെയ്ത് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ കണ്ടായിരുന്നു ബൈക്കോയിഡ് ആൻറ്റീരിയർ എൻഡിലും വന്ന് ആങ്കർ ചെയ്തിരിപ്പുണ്ട്. അതേ കണക്ക് നാനോസ് പോസ്റ്റീരിയർ എൻഡിലും വന്ന് ആങ്കർ ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഊജെനസിസ് എന്താണ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, ഓവം ഉണ്ടായി കഴിയുമ്പോൾ ബൈക്കോയിഡ് എവിടെ ഇരിക്കും? ആൻറ്റീരിയർ എൻഡിലിരിക്കും. ഊസൈറ്റിൻ്റെ നാനോസ് എവിടെ ഇരിക്കും? പോസ്റ്റീരിയർ എൻഡിലും എത്തിയിരിക്കും. അവരങ്ങനെ അവിടെ ഡോർമെൻ്റ് ആയിട്ടിരിക്കും. എപ്പോൾ വരെ? ഓവുലേഷൻ വരെ അങ്ങനെ ഡോർമെൻ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് അതിന് ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ലേ? ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഓവറിൽ നിന്ന് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ആൻറ്റീരിയറിൽ വന്നിരുന്ന ബൈക്കോയിഡിനും പോസ്റ്റീരിയറിൽ വന്നിരുന്ന നാനോസിനും എന്ത് നടക്കുന്നത്? ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ട്രാൻസ്ലേഷൻ നടന്നിട്ട് അതിൽ നിന്ന് ചില പ്രോട്ടീൻസ് ഉണ്ടാവുള്ളൂ. എപ്പോൾ? ആഫ്റ്റർ ഇറ്റ്സ് ഫെർട്ടിലൈസേഷൻ. മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം ആ പ്രോട്ടീൻസ് ഉണ്ടായത് നമുക്കിവിടെ കാണാം. നമ്മൾ ആൻറ്റീരിയർ എൻഡിൽ ഏതാ ഉള്ളത്? ഇതിപ്പം എന്താണ് സൈഗോട്ട് നമുക്ക് വിളിക്കാം. കാരണം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു അല്ലേ? ആൻറ്റീരിയറും പോസ്റ്റീരിയറും. അപ്പം ആൻറ്റീരിയർ എൻഡിലുള്ളത് ഏതാണ്? ബൈക്കോയിഡ്. അപ്പം ബൈക്കോയിഡ് ആൻറ്റീരിയർ എൻഡിൽ കൂടുതലും അവിടുന്ന് ഒരു അതിങ്ങനെ കുഞ്ഞായിട്ട് ഡിഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാവത്തില്ലേ? ഈ കൊച്ചു ഡിഫ്യൂഷൻ ഈ ആൻറ്റീരിയർ എൻഡിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഏതിൻ്റെ? ബൈക്കോയിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും. അതിന് ഇങ്ങോട്ട് വരുമ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യും അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ ഇത് തീരെയില്ല. അതേപോലെ തന്നെ പോസ്റ്റീരിയർ എൻഡിൽ ആയിരിക്കും ഒരു കോൺസെൻട്രേഷൻ കൂടുതൽ? നാനോസ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഒരു ഗ്രേഡിയൻറ്റ് കുഞ്ഞായിട്ടോ ഡിഫ്യൂഷൻ്റെ ഫലമായിട്ടൊരു ഗ്രേഡിയൻറ്റ്. അപ്പം നാനോസിന് പോസ്റ്റീരിയർ എൻഡിൽ തുടങ്ങി ഇങ്ങോട്ടൊരു ഗ്രേഡിയൻറ്റ്, ബൈക്കോയിഡിന് ആൻറ്റീരിയർ എൻഡിൽ ഇവിടെ തുടങ്ങി ഇങ്ങോട്ടൊരു ഗ്രേഡിയൻറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുമല്ലേ? ഇങ്ങനെ ഒരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ആവത്തില്ലേ? ക്രിയേറ്റഡ് ആവും. അതിനുശേഷം രണ്ട് വേറെ mRNAs ഉണ്ട്. അതിൻ്റെ പേരാണ് ഹഞ്ച് ബാക്ക് എന്നും കോഡൽ എന്നും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് HBയും CADയും. വേറെ 2 mRNA. ഇതും മെറ്റേണൽ mRNA ആണ്. നേർഡ് സെൽസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്? ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 മെറ്റേണൽ mRNAസും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 mRNAസും നേഴ്സെൽസിലാണ് ഫോം ചെയ്യുന്നത്. പിന്നെ പിന്നീട് ഇത് ഊസൈറ്റിലോട്ട് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നേഴ്സെൽസിൽ നിന്ന് ഊസൈറ്റിലെത്തും. ഊസൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു ഫെർട്ടിലൈസേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്ലാസ്റ്റോഡും ബ്ലാസ്റ്റുല സ്റ്റേജ്, ഗ്യാസ്റ്റുല സ്റ്റേജ് അങ്ങനെയല്ലേ പോണ്ടേ? അപ്പം എന്തായാലും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡിവിഷൻ വരെ സിൻസൈറ്റിൽ കണ്ടീഷനാണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ സിൻസൈറ്റിൽ സിൻസൈറ്റിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താണ് ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യും അല്ലേ? സൈറ്റോജെനിസിസ് ഇല്ല അല്ലേ? അപ്പം അങ്ങനത്തെ ബ്ലാസ്റ്റോഡം സിൻസൈറ്റിൽ ബ്ലാസ്റ്റോഡേമിൽ ഈവൻലി
അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് കാണപ്പെടുന്നത്. ഏത് നമ്മുടെ ഹഞ്ച് ബാക്കും കോഡൽ MRNA. ഇത് ഇപ്പോൾ എവിടെ നിന്നായിരുന്നു വന്നത്? നേഴ്സൽസിലാണ് ഇരുന്നത്. നേഴ്സൽസിലിരുന്നു. നേഴ്സൽസിൽ നിന്ന് പിന്നെ എന്താണ് അവിടെ വന്ന് ഊസൈറ്റിൽ വന്നു. ഊസൈറ്റിൽ വന്ന് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഒരു ബ്ലാസ്റ്റോഡോമായി കഴിഞ്ഞപ്പം സിൻസൈറ്റൽ സ്റ്റേജിൽ ഇരുന്നപ്പോൾ അതിൽ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കണ്ടു. അപ്പോൾ ഇത് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുമ്പോൾ ഇത് എങ്ങനെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും? അതൊരു സംശയമല്ലേ. നമ്മൾ ബൈക്കോഡ് നാനോസും കണ്ടപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടെന്ന് കണ്ടു. ഇവിടെ പറയുന്നത് ദേ ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് സിൻസൈറ്റിൽ ബ്ലാസ്റ്റോഡോം. അപ്പോൾ ഇത് എങ്ങനെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും അത് നോക്കാം. ഈ MRNAs ഹഞ്ച് ബാക്കിൻ്റെയും കോഡലിൻ്റെയും ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ. ഈ ട്രാൻസ്ലേഷൻ ഇപ്പം എവിടെയാണോ അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൂടാത്തത് ആ ഒരു ഏരിയയിൽ അത് റിപ്രസ്ഡ് കണ്ടീഷനിലായിരിക്കും. എങ്ങനെയാ ഈ റിപ്രസ് കണ്ടീഷൻ ഇരിക്കുന്നത്? ആരാ റിപ്രസ് ചെയ്യുന്നത്? ഈ നമ്മൾ കണ്ടില്ലേ ബൈക്കോഡിന്റെ നാനോസിന്റെ ഓരോ ഗ്രേഡിയന്റ്, ബൈക്കോഡ് പ്രോട്ടീൻസിന്റെ നാനോസ് പ്രോട്ടീൻസിന്റെ ഓരോ ഗ്രേഡിയന്റ് ഫോം ചെയ്ത് നമ്മൾ കണ്ടില്ലായിരുന്നോ? ആ ഗ്രേഡിയന്റ് ആണ് ഇത് എക്സ്പ്രസ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൂടാത്ത പ്ലേസിൽ ഈ ഹഞ്ച് ബാക്കിനെയും കോഡലിനെയും റിപ്രസ് ചെയ്ത് വെക്കുന്നത്. അത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ ഏത് ഹഞ്ച് ബാക്ക് ആണേ, ഈവൻലി എല്ലായിടത്തും ഉണ്ടേ, കണ്ടോ? അപ്പോൾ നമുക്കറിയാം ഇതടുത്തത് കോഡൽ, അതും ഈവൻലി എല്ലായിടത്തും ഉണ്ട്. ഇത് സിൻസൈറ്റിൽ ബ്ലാസ്റ്റോഡേമാണ്. ന്യൂക്ലിയസ് ഒന്നും ഞാൻ വരച്ചിട്ടില്ല. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സിൻസൈറ്റിൽ ബ്ലാസ്റ്റോഡേമിൽ ഈ ഹഞ്ച് ബാക്കും കോഡലും യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ആൻറ്റീരിയർ എൻഡിലുള്ളത് ഏതാണ്? ബൈക്കോയിഡ് അല്ലേ? ബൈക്കോയിഡ് എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ റീജിയൻ്റെ പാറ്റേണിങ്ങിന് വേണ്ടുന്നതാണ്. അപ്പം ഇവിടെ ഏതാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? ഹഞ്ച് ബാക്ക് ആണ് ആൻറ്റീരിയറിനുള്ളത് അത് കേട്ടോ. അപ്പം ഹഞ്ച് ബാക്കിനെ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കും. പക്ഷേ ആരുണ്ട്? കോഡലിനെ ആര് റിപ്രസ് ചെയ്യും? ബൈക്കോയിഡ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെയെല്ലാം അതിപ്പോൾ എന്താണ് ഈ കോഡലിൻ്റെ എക്സ്പ്രഷനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്കോഡ് ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാവും? കോഡൽ എക്സ്പ്രസ് ചെയ്യും ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ? കോഡൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഏത് ഭാഗത്താണെന്നറിയാമോ? പോസ്റ്റീരിയർ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്തില്ലേ? കാരണം ഇങ്ങോട്ട് നമ്മുടെ ബൈക്കോഡ് ഇല്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ പോസ്റ്റീരിയർ അതാണ് എഴുതിയിട്ടുണ്ട്. ഇൻ ആൻറ്റീരിയർ റീജിയൻ ബൈക്കോഡ് ബൈൻഡ്സ് ടു സ്പെസിഫിക് റീജിയൻസ് ഓഫ് കോഡൽസ് 3-UTR thereby preventing its translation of caudal in the anterior section of the embryo. അപ്പം അതേപോലെ പോസ്റ്റീരിയർ റീജിയനിൽ ആരുണ്ട്? നാനോസ് ഉണ്ട്. നാനോസ് അവിടെ ഹഞ്ച് ബാക്ക് എക്സ്പ്രസ് ചെയ്തുകൂടാ. അപ്പോൾ ഹഞ്ച് ബാക്കിൻ്റെ റീഡാഷുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ പോസ്റ്റീരിയർ റീജിയനിൽ ആര് തടയും? നാനോസ് തടയും. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ഇവൻ this hunchback and caudal are distributed evenly, then also it can help in anterior posterior patterning. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ബിക്കോസ് ഓഫ് ദി ഇന്റർവെൻഷൻ ഓഫ് ദ ഗ്രേഡിയന്റ് എന്തിൻ്റെ ഗ്രേഡിയന്റ്? ബൈക്കോഡിൻ്റെ നാനോസിൻ്റെയും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് സഹായത്തോടു കൂടി ഹഞ്ച് ബാക്കും കോഡലും ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിങ്ങിന് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഇനി നോർമലി ഈ ഹഞ്ച് ബാക്കിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്നറിയാമോ? ട്രാൻസ്ലേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഹഞ്ച് ബാക്ക് MRNA ആണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ 3-UTR ഉണ്ടോ? UTRൽ ഒരു പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യും. അതിൻ്റെ പേര് പ്യൂമിലിയ. അപ്പം അത് ബൈൻഡ് ചെയ്യണം ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ കേട്ടോ. പക്ഷെ ഈ നാനോസ് എങ്ങനെയാണ് ഈ ഹഞ്ച് ബാക്കിൻ്റെ ട്രാൻസ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഈ നാനോസ് പോയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പ്യൂമിലിയോ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഒപ്പം ഈ MRNA ഹഞ്ച് ബാക്ക് MRNA ഡി അഡിനിലേറ്റ് പോളിയെ ടെയിൽ ഇല്ലേ 3-ൽ ആ പോളിയെ ടെയിലിനെ റിമൂവ് ചെയ്ത് ഇതിനെ എന്താണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാക്കും. അങ്ങനെയാണ് ഈ ഹഞ്ച് ബാക്കിനെ റിപ്രസ് ചെയ്യുന്നത്. ഡി അഡിനിലേറ്റ് ചെയ്യും. ഒപ്പം ഫിമിലിയോയെ പോയി ബൈൻഡ് ചെയ്യും നാനോസ്. അപ്പോൾ അതാണ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. നോക്കിയോ, നമ്മുടെ സൈക്കോട്ട് ആൻറ്റീരിയർ റീജിയൻ, പോസ്റ്റീരിയർ റീജിയൻ. അപ്പോൾ നമ്മുടെ ഹഞ്ച് ബാക്ക്
എവിടെ വന്നു? പോസ്റ്റീരിയർ റീജിയനിൽ എക്സ്പ്രസ് ചെയ്തുകൂടല്ലോ. അപ്പോൾ അവിടെ 3' ഉണ്ട്. അവിടെ നമ്മുടെ പിമിലിയോ പ്രോട്ടീൻ അത് വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ എന്തോ ഉണ്ട്, ഇങ്ങനെയാണ് നോർമൽ ട്രാൻസ്ലേഷൻ നടക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മുടെ നാനോസ് പ്രോട്ടീൻ ഉണ്ട് ഒരുപാട് ഈ പോസ്റ്റീരിയർ റീജിയനിൽ. ഈ നാനോസ് പ്രോട്ടീൻ എന്ത് ചെയ്യും? ഇത് പോയിട്ട് പിമിലിയോ പ്രോട്ടീനോട് ബൈൻഡ് ചെയ്യും. ഒപ്പം ഈ നമ്മുടെ ഹഞ്ച് ബാക്ക് MRNA ഡി അഡിനിലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഇവിടെ ആര് പ്രിവെൻറ്റ് ചെയ്യുന്നത്? നാനോസ് പ്രിവെൻറ്റ് ചെയ്യും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഡി അഡിനിലേറ്റ് ചെയ്ത് ഇതിൻ്റെ എക്സ്പ്രഷൻ ട്രാൻസ്ലേഷൻ പ്രിവെൻറ്റ് ചെയ്യും. നമ്മൾ കണ്ട് കുറേ ഇൻട്രാക്ഷൻസ് അല്ലേ? ബൈക്കോയിഡിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, നാനോസിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, അത് ഹഞ്ച് ബാക്കും കോഡലുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ ഈ ഇൻട്രാക്ഷൻസ്, റിസൾട്ട് ഓഫ് ദീസ് ഇൻട്രാക്ഷൻസ്, അതിൻ്റെ ഫലമായിട്ട് 4 മെറ്റേണൽ പ്രോട്ടീൻ ഗ്രേഡിയൻസ് എംബ്രിയോയിൽ ഉണ്ടാവും. ഒന്നാമത്തെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ഗ്രേഡിയൻ്റ് ഓഫ് ബൈക്കോഡ് അല്ലേ? ആൻറ്റീരിയറിൽ നിന്ന് പോസ്റ്റീരിയറിലേക്ക് ബൈക്കോഡ് പ്രോട്ടീൻ്റെ ഗ്രേഡിയൻ്റ്. ഓക്കെ, കറക്റ്റ്. നമുക്ക് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയറിൽ ഹഞ്ച് ബാക്കിൻ്റെ ഗ്രേഡിയൻ്റ്. ഓക്കെ, കറക്റ്റ്. ബിക്കോസ് ഓഫ് ദി ഇൻ്റർവെൻഷൻ ഓഫ് ബൈക്കോഡ് പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്. അതുകൊണ്ടാണല്ലോ ഈ ഹഞ്ച് ബാക്കിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടായത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹഞ്ച് ബാക്ക് പ്രോട്ടീൻ ശ്രദ്ധിച്ചോളുക കേട്ടോ. MRNA ആയിരുന്നു ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കേട്ടോ. ഈ ബൈക്കോയിഡ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ട് എന്തിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടാക്കാൻ പറ്റി? ഹഞ്ച് ബാക്ക് പ്രോട്ടീൻ്റെ ട്രാൻസ്ലേഷൻ നടന്ന് അല്ലേ? ഇനി അടുത്തെന്ന് വെച്ചാൽ പോസ്റ്റീരിയർ ടു ആൻറ്റീരിയർ നാനോസ് പ്രോട്ടീൻ്റെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്. പോസ്റ്റീരിയർ ടു ആൻറ്റീരിയർ കോഡൽ പ്രോട്ടീൻ്റെ ഒരു ഗ്രേഡിയൻ്റ്. ഇത്രയും ഗ്രേഡിയൻസ് അവിടെ ക്രിയേറ്റഡ് ആയി അല്ലേ? ഈ ബൈക്കോയിഡും ഹഞ്ച് ബാക്ക്, ബൈക്കോയിഡ്, ഹഞ്ച് ബാക്ക്, കോഡൽ, ഇതെല്ലാം എന്തോന്ന് അറിയാമോ? ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് ഈ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ട് ഇവർക്ക് വേറൊരു ഗ്രൂപ്പ് ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ സൈഗോട്ടിക് ജീനുകൾ. സൈഗോട്ടിക് ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനി സൈഗോട്ടിക് ജീൻ ഒന്ന് ആക്റ്റീവ് ആയാൽ മതി. നമ്മൾ ഡ്രോസോഫിലയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് നേരത്തെ വീഡിയോയിൽ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു. 11th ഡിവിഷൻ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജ് ഉണ്ട്, മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് വരുന്നു കണ്ടത്? ആക്റ്റീവായിട്ട് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സിൻസൈറ്റിൽ ബ്ലാസ്റ്റുലാർ സ്റ്റേജ് അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ആ ന്യൂക്ലിയർ ഡിവിഷൻ്റെ റേറ്റ് ഒന്ന് കുറഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ്റെ റേറ്റ് കൂടും. പറയുന്നതാണ് ഇവിടെ കണ്ടോ. സൈഗോട്ടിക് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ എവിടെ കൂടുകയാണ്? ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ. മനസ്സിലായോ? അപ്പോൾ ഈ സൈഗോട്ടിക് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജീനാണ്? എംബ്രിയോയുടേതായിട്ട് മാത്രമുള്ള ജീനുകളാണ് ഈ സൈഗോട്ടിക് ജീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ the stage is now set for the activation of zygotic genes. അപ്പോൾ ബിസിയായി ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്ന അറിയാമോ? അവർ ഈ 4 ഗ്രേഡിയൻസും ഫോം ചെയ്യുന്ന ആ ടൈമിൽ ഈ ന്യൂക്ലിയസ് ബിസി ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സൈഗോട്ടിക് ജീൻസിൻ്റെ ആക്ടിവേഷനാണ്. സൈഗോട്ടിക് ജീൻസ് എന്ന് പറയുന്നത് എംബ്രിയോയുടെ സ്വന്തം ജീൻസ് ആണ്. നമ്മുടെ ബൈക്കോഡ് ആയാലും നാനോസ് ആയാലും ഹഞ്ച് ബാക്ക്, ഇതെല്ലാം മെറ്റേണൽ ഇഫക്റ്റ് ജീൻസിൻ്റെ പ്രോഡക്ട്സ് ആണ്. സൈഗോട്ടിക് ജീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എംബ്രിയോയുടേതായിട്ടുള്ള അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ജീനുകളാണ് സൈഗോട്ടിക് ജീൻസ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്. സൈഗോട്ടിക് ജീൻസ് ആർ എംബ്രിയോ ഓൺ ജീൻസ്. ഇനി നമുക്ക് ആ ഒരു ഓർഗനൈസിങ് സെന്റർ ഉണ്ടാവും അല്ലേ? ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആൻറ്റീരിയറിലുള്ള ഓർഗനൈസിങ് സെന്റർ അതാരായിരിക്കും? അതിൻ്റെ മെയിൻ ആൾക്കാർ ബൈക്കോയിഡും ഹഞ്ച് ബാക്ക് ഗ്രേഡിയൻസും. നമുക്ക് പോസ്റ്റീരിയറിലും ഉണ്ടാവുമല്ലോ. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബൈക്കോയിഡ് പ്രോട്ടീൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യും. എന്തിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ? ചില ടാർഗറ്റ് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ബൈക്കോയിഡ് പ്രോട്ടീൻ്റെ മെയിൻ ഫങ്ഷൻ. ഈ ടാർഗറ്റ് ജീൻസ് എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അറിയാമോ? എംബ്രിയോയുടെ ആൻറ്റീരിയർ പാർട്ട്. നമുക്കറിയാം ആൻറ്റീരിയർ പാർട്ടിന് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് ബൈക്കോയിഡ്. അപ്പോൾ ബൈക്കോയിഡ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് പോയി ആൻറ്റീരിയർ റീജിയനിലെ
ടാർജറ്റ് ജീൻസിൻ്റെ എക്സ്പ്രഷനെ ഹെൽപ്പ് ചെയ്തു. മനസ്സിലായോ? അങ്ങനെയുള്ള ചില ജീന് ആണ് ഹഞ്ച് ബാക്ക് ജീൻ. ഈ ബൈക്കോഡ് പ്രോട്ടീൻ ഹഞ്ച് ബാക്ക് ജീനിനെ ആക്ടിവേറ്റ് ചെയ്യും, അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ ആക്ടിവേറ്റ് ചെയ്യും. എങ്ങനെ ആക്ടിവേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടറിൽ ചില റീജിയനിൽ പോയി ബൈൻഡ് ചെയ്ത്, പ്രൊമോട്ടറിലെ ചില സ്പെസിഫിക് DNA സീക്വൻസസിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ഈ ബൈക്കോഡ് പ്രോട്ടീൻ ഹഞ്ച് ബാക്ക് ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവാമല്ലോ ബൈക്കോയിഡ് എവിടെ കൂടുതലുണ്ടോ, എവിടെയാണോ അത് എവിടെ കൂടുതൽ ആൻറ്റീരിയർ റീജിയൻ. അപ്പം അവിടെ എല്ലാം അതിന് ഹഞ്ച് ബാക്ക് ജീനിൻ്റെ ടാർഗറ്റ് സൈറ്റ് പ്രൊമോട്ടറിൽ പോയി ബൈൻഡ് ചെയ്യുക, ഈ ഹഞ്ച് ബാക്കിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാം. അപ്പം അതുവഴി ആൻറ്റീരിയർ എൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനും നടക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ വ്യക്തമാവുന്നുണ്ട്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹഞ്ച് ബാക്ക് പ്രോട്ടീൻ ഉണ്ടാവുമല്ലോ അല്ലേ ആൻറ്റീരിയർ റീജിയനിൽ. അപ്പം അതുവഴി ആൻറ്റീരിയർ സ്ട്രക്ചേഴ്സ് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഫോം ചെയ്യും, ആൻറ്റീരിയർ എംബ്രിയോണിക് സെഗ്മെൻറ്റ്സ് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഫോം ചെയ്യും. അപ്പം അങ്ങനെ ഫോം ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിക്കൂടെ ഒരു ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്. അപ്പോൾ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ആർക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുള്ളത്? ബൈക്കോഡിനും ഹഞ്ച് ബാക്കിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ അതുകൊണ്ട് തന്നെ ഉണ്ട്. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഗോട്ടിക് ജീൻസ് ഏതൊക്കെയാണ്. ഗ്യാപ്പ് ജീൻസ് ഉണ്ട്, പെയർ റൂൾ ജീൻസ് ഉണ്ട്, സെഗ്മെന്റ് പൊളാരിറ്റി ജീൻസ് ഉണ്ട്, ഹോമിയോട്ടിക് അല്ലെങ്കിൽ ഹോക്സ് ജീൻസ് നമ്മൾ കണ്ടല്ലോ. മെറ്റേണൽ ഇഫക്റ്റ് പ്രോട്ടീൻസ് അവർ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്ന സൈഗോട്ടിക് ജീൻസിനെ. അപ്പം ബൈക്കോയിഡ് പ്രോട്ടീൻ്റെ ചില ടാർജറ്റ് ജീൻസുകളുണ്ട്. ഹഞ്ച് ബാക്കിനെ ആദ്യം അത് ആക്ടിവേറ്റ് ചെയ്യും, അതൊക്കെ. മറ്റ് ടാർജറ്റ് ജീൻസ് ഏതൊക്കെയാണ്? ഹെഡ് ഗ്യാപ്പ് ജീൻസ്, ഹെഡിൽ ഉള്ള ജീനാണ്, ആൻറ്റീരിയർ മോസ്റ്റ് റീജിയനിലുള്ള ജീൻസ് ആണ്. ഏതൊക്കെയാണ്? ബട്ടൺ ഹെഡ്, MT സ്പൈറിക്കിൾസ് ആൻഡ് ഓർത്തോഡെൻറ്റിക്കിൾ. അപ്പോൾ ഈ ജീൻസിന് ഒക്കെ ഈ ബൈക്കോഡിൻ്റെ ടാർജറ്റ് ജീൻസ് ആണ്. ഈ പറയുന്ന ജീനുകളെല്ലാം തന്നെ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള സബ് റീജിയൻസ് ആണ് ആൻറ്റീരിയർ മോസ്റ്റ് റീജിയനിൽ അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ട ജീനുകളാണ്. മനസ്സിലായോ? അപ്പം അവരുടെയൊക്കെ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബൈക്കോയിഡ് പ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹെഡ് സ്പെസിഫിക് ഗ്യാപ്പ് ജീൻസിൻ്റെ പ്രൊമോട്ടർ ഉണ്ടല്ലോ, ഈ പ്രൊമോട്ടർ റീജിയന് വളരെ കുറച്ച് ഇഷ്ടമേ ഉള്ളൂ. ഈ അഫിനിറ്റി വളരെ കുറവാണ് അവിടുത്തെ പ്രൊമോട്ടറിലെ ബൈൻഡിങ് സൈറ്റ്സിന്. എന്തിനോട്? ബൈക്കോയിഡ് പ്രോട്ടീനോട്. അപ്പം അഫിനിറ്റി കുറവാണ് എന്ന് പറയുമ്പോൾ അതിന് മനസ്സിലാക്കണം ഒരുപാടുണ്ടെങ്കിലേ പോയി ബൈൻഡ് ചെയ്യുള്ളൂ. ഏത്? ഈ പ്രൊമോട്ടറിൽ ഏതിന് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? ബൈക്കോയിഡ് പ്രോട്ടീൻ ഒരുപാട് വേണം. അപ്പോൾ ഒരുപാടുള്ളത് എവിടെയാണ്? ആൻറ്റീരിയർ മോസ്റ്റ് റീജിയനിലാണ് അല്ലേ? അപ്പം ആൻറ്റീരിയർ മോസ്റ്റ് റീജിയനിലെ ഈ ജീനുകൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഈ ബൈക്കോഡിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഏതിൻ്റെ പ്രസൻസും കൂടെ വേണം. ഹഞ്ച് ബാക്കിൻ്റെ പ്രോട്ടീൻ്റെ കൂടെ പ്രസൻസ് ഉണ്ടായാലേ ഈ ഹെഡ് സ്പെസിഫിക് ഗ്യാപ്പ് ജീൻസ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ബൈക്കോയിഡും ഹഞ്ച് ബാക്കും ദേ ആക്ട് ടുഗദർ, അതാണ് സൈനർജസ്റ്റിക്കലി ഈ ഹെഡ് സ്പെസിഫിക് ഗ്യാപ്പ് ജീൻസിൻ്റെ എൻഹാൻസേഴ്സിൽ ആക്ട് ചെയ്തിട്ട് അവരുടെ എക്സ്പ്രഷൻ ബ്രിങ് അബൌട്ട് ചെയ്യും. എവിടെ? ആൻറ്റീരിയർ മോസ്റ്റ് റീജിയൻ ഓഫ് ദി എംബ്രിയോ. അപ്പോൾ ഇനി പോസ്റ്റീരിയർ മോസ്റ്റ് റീജിയനിൽ നമുക്കറിയാം നാനോസി കൊണ്ട് കോഡലാണ്, കോഡലിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് ആണുള്ളത്, കോഡൽ പ്രോട്ടീൻ. അപ്പോൾ ഈ കോഡൽ പ്രോട്ടീൻ അതേപോണക്ക് ഈ പോസ്റ്റീരിയർ മോസ്റ്റ് റീജിയനിൽ കുറച്ച് ജീനുകളെയും ചില ഗ്യാപ്പ് ജീൻസ് ഉണ്ട്, നെർപ്പ്, ജെയിൻറ്റ്. അപ്പം ഇതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ജീനുകളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് അത് എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്? എന്ത് പോർഷനാണ് ഫോം ചെയ്യുന്നത്? അബ്ഡോമൻ ആണ് കേട്ടോ. അബ്ഡോമിനൽ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്യാപ്പ് ജീൻ, നെർപ്പ്, ജെയിൻറ്റ്. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് പോസ്റ്റീരിയർ എൻഡിൽ കോഡൽ പ്രോട്ടീനാണ്. നമ്മൾ കാണാൻ പോകുന്ന ടെർമിനൽ ജീൻ ഗ്രൂപ്പാണ്. ഡ്രോസോഫിലയുടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഡിറ്റർമിൻ ചെയ്യുന്ന മെയിൻ മോർഫോജൻസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? നാനോസും ബൈക്കോയിഡും. അപ്പോൾ അതേപോലെ എക്സ്ട്രീം ടിപ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന വേറൊരു മെറ്റേണൽ ജീനുണ്ട്, വേറൊരു ഗ്രൂപ്പ് ഓഫ് മെറ്റേണൽ ജീൻസ് ഉണ്ട്. അപ്പോൾ ആ ജീനുകളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, ആ പ്രോട്ടീൻസ് ആണ് എക്സ്ട്രീം
ടിപ്സ്, എക്സ്ട്രീം ആൻറ്റീരിയർ ടിപ്പ്, എക്സ്ട്രീം പോസ്റ്റീരിയർ ടിപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ പ്രോട്ടീൻസ്, ഇത്തരം മെറ്റഡ് ജീൻസിൽ നിന്നുണ്ടാവുന്ന ഈ പ്രോട്ടീൻസ്. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രീം ടിപ്സിനൊരു പേരുണ്ട്. ആൻറ്റീരിയർ എക്സ്ട്രിമിറ്റിക്ക് പറയുന്ന പേര് എക്രോൺ എന്ന് പറയും. പോസ്റ്റീരിയർ എക്സ്ട്രിമിറ്റിക്ക് പറയുന്നത് ടെൽസൺ എന്നും പറയും. അപ്പോൾ ഈ രണ്ട് ടേം ഒന്ന് ഓർത്തിരിക്കുക. അപ്പം അങ്ങനത്തെ ഈ ടെർമിനൽ റീജിയൻ ഡിറ്റർമൈൻ ചെയ്യുന്ന മോർഫോജൻ ഒരു എക്സാമ്പിളാണ്, അങ്ങനത്തെ ജീനിനൊരു എക്സാമ്പിളാണ് ടോസോ എന്ന് പറയും. ഈ ടോസോ എന്ന് പറയുന്നത് ഒരു റിസപ്റ്ററിനെയാണ്, റിസപ്റ്റർ പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് റിസപ്റ്റർ ടൈറോസിൻ കൈനീസ്. ഓക്കെ, നമുക്കത് കാണാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഓവം, നമുക്കറിയാം ഇത് നേഴ്സൽസ് ആണ്. അപ്പോൾ ഇതൊരു മെറ്റേണൽ ജീൻ അല്ലേ ടോസോ, അപ്പോൾ അത് ഓവറിയുടെ നേഴ്സൽസിൽ ആണ് കാണുന്നത് ആ ജീൻ. അപ്പോൾ അതിൽ നിന്ന് ടോസോ mRNA ഫോം ചെയ്യും. എന്നിട്ട് അത് ഓവം ഫോം ചെയ്യുന്ന സമയത്ത് ഓവത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ, ഓവത്തിൻ്റെ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്താവും, റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ റിസപ്റ്റേഴ്സ് ഒന്നിൽ കൂടുതലുണ്ടാവുമല്ലോ, ഇത് ഈവനായിട്ട് ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ മൊത്തം ഇങ്ങനെ നിൽക്കും കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ എക്സ്ട്രീം ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ടെർമിനൽസ് മാത്രം ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിന് ആണ് വേറൊരു പ്രോട്ടീൻ ഉണ്ട് ഈ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യാൻ. അതിനെ ടോസോലൈക്ക് എന്നാണ് പറയുന്നത്, ടോസോലൈക്ക്. ഈ ടോസോലൈക്ക് എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പം ഈ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവും. നമുക്കറിയാം. പിന്നെ ഒരു സിഗ്നൽ പാത്ത് വേ അല്ലേ. വേറെ കാര്യമുണ്ട്, ഈ ടോസോലൈക്ക് പ്രോട്ടീൻ, ഈ പ്രോട്ടീൻസ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡിൽ മാത്രമേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സെൽ സിഗ്നലിംഗ് പാത്ത് വേ ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് കണ്ടോ, സിഗ്നലിംഗ് പാത്ത് വേ ഉണ്ടാവും. അതിൻ്റെ റിസൾട്ടായിട്ട്, ആ സിഗ്നൽ കാസ്കേഡിൻ്റെ റിസൾട്ടായിട്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ, ഒരു ഇനാക്ടിവേഷൻ സംഭവിക്കും. ഏത് പ്രോട്ടീനാണെന്നറിയാമോ, ഗ്ലുച്ചോ പ്രോട്ടീൻ. ഈ ഗ്ലുച്ചോ പ്രോട്ടീൻ ആരാണ്? ഈ ഗ്ലുച്ചോ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? ഈ ഗ്ലുച്ചോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷണൽ ഇൻഹിബിറ്ററാണ്. ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. എന്തിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ടെയിൽലെസ് ആൻഡ് ഹക്ബീൻ ഗ്യാപ്പ് ജീൻസ്, രണ്ട് ഗ്യാപ്പ് ജീൻസ് ആണ്, ടെയിൽലെസ്സും ഹക്ബീനും. അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗ്ലുച്ചോ പ്രോട്ടീനെ അങ്ങ് ഇനാക്ടിവേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമല്ലോ. നടക്കുമ്പോൾ ഈ ജീനുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ എൻഡ് സ്പെസിഫൈ ചെയ്യുന്ന ഗ്യാപ്പ് ജീൻസ് ആണ് ഈ ടെയിൽലെസ്സും ഹക്ബീൻ ജീൻസും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എംബ്രിയോ വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ ആൻറ്റീരിയറിൻ്റെ ഇത്, പോസ്റ്റീരിയറിൻ്റെ ഇത്. അപ്പോൾ ഈ ടെയിൽലെസ്സും ഹക്ബീൻ ഗ്യാപ്പ് ജീൻസും ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ നടന്നു, അതിൻ്റെ പ്രോട്ടീൻസ് ഒക്കെ വന്നു. പക്ഷേ ഈ ആൻറ്റീരിയർ പോസ്റ്റീരിയർ എക്സ്ട്രിമിറ്റീസ് അതിൽ ഒരു വ്യത്യാസം ഒക്കെ ഉണ്ടാവണമല്ലോ. ആക്രോണും ടെൽസോണും ഒക്കെ ഉണ്ടാവണമല്ലോ. അപ്പം അത് രണ്ടും, പോസ്റ്റീരിയർ എൻഡിൽ ടെൽസൺ ഉണ്ടാവണം, ആൻറ്റീരിയർ റീജിയനിൽ ആക്രോണും ഉണ്ടാവണം അല്ലേ. അപ്പം ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തോ ഉണ്ടായിരിക്കണം, ആൻറ്റീരിയർ റീജിയനിൽ ബൈക്കോയിഡ് പ്രോട്ടീൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ആൻറ്റീരിയർ റീജിയനിൽ ആക്രോൺ ഫോം ചെയ്യുള്ളൂ. ഇനി ബൈക്കോഡ് ഇല്ലാതെ ടെയിൽലെസ്സും ഹക്ബീൻ ഗ്യാപ്പ് ജീൻസും മാത്രം, ആ ജീൻസിൻ്റെ പ്രോട്ടീൻ മാത്രമേ ഉള്ളെങ്കിൽ ഈ രണ്ട് എൻഡിലും എന്തായിരിക്കും ഫോം ചെയ്യുന്നത്, ടെൽസൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ഈ ബൈക്കോയിഡും വേണമെന്ന് മനസ്സിലായി, എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്ട്രീം ടിപ്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇഫ് ടെയിൽലെസ് ഹക്ബീൻ ഓൺലി പ്രസന്റ്, ബോത്ത് എൻഡ്സ് ഡെവലപ്പ് ടു ടെൽസൺ. ബൈക്കോയിഡ് ഓൾസോ പ്രസന്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ അറ്റ് ആൻറ്റീരിയർ എൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ടെൽസൺ ആണേ. ടെൽസൺ ആക്രോൺ ഡെവലപ്പ് ചെയ്യും എവിടെ, ആൻറ്റീരിയർ എൻഡിൽ. മനസ്സിലായല്ലോ? ഇത് നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ ഒരു സമ്മറിയാണ്. ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സമ്മറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ കണ്ടായിരുന്നു, ഒരു ആൻറ്റീരിയർ ഓർഗനൈസിങ് സെൻറ്റർ ഉണ്ട്. അത് എംബ്രിയോയുടെ ആൻറ്റീരിയർ എൻഡിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ബൈക്കോയിഡ് പ്രോട്ടീൻ ആണ്. ഈ ബൈക്കോയിഡ് പ്രോട്ടീൻ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ആൻറ്റീരിയർ സ്പെസിഫിക് ഗ്യാപ്പ് ജീൻസ്, ആൻറ്റീരിയർ എൻഡിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ഗ്യാപ്പ് ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. അതേസമയം തന്നെ ഈ ആൻറ്റീരിയർ ഓർഗനൈസിങ് സെൻറ്റർ എന്തും ചെയ്യുന്നുണ്ടെന്നറിയാമോ,
റിപ്രസ് ചെയ്യും. ഏത് ജീൻസിനെയാണ് റിപ്രസ് ചെയ്യേണ്ടത്? പോസ്റ്റീരിയർ സ്പെസിഫിക് ഗ്യാപ്പ് ജീൻസ് അതിനെ റിപ്രസ് ചെയ്യും. എവിടെ? ആൻറ്റീരിയർ എൻഡിൽ. കാരണം ആൻറ്റീരിയർ എൻഡിൽ പോസ്റ്റീരിയർ സ്പെസിഫിക് ഗ്യാപ്പ് ജീൻസ് എക്സ്പ്രസ് ചെയ്തുകൂടല്ലോ. അപ്പോൾ ഇത് രണ്ടുമാണ് ആൻറ്റീരിയർ ഓർഗനൈസിങ് സെൻറ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. ആരൊക്കെ ചേരുന്നതാണ്? ബൈക്കോഡ്, ഹഞ്ച്-ബാക്ക് അല്ലേ മെയിനായിട്ട്. അതേപോലെ പോസ്റ്റീരിയർ ഓർഗനൈസിങ് സെൻറ്ററും ഉണ്ട് പോസ്റ്റീരിയർ പോളിൽ. അതിലെ മെയിൻ ആൾക്കാർ നാനോസും കോഡൽ പ്രോട്ടീനുമാണ്. ഈ നാനോസ് എന്ത് ചെയ്യുമെന്നറിയാമോ? പോസ്റ്റീരിയർ എൻഡിൽ ആൻറ്റീരിയർ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഫോം ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. അതേസമയം കോഡൽ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഇത് ആക്ടിവേറ്റ് ചെയ്യും. എന്തിനെയാണ്? ചില ജീൻസിനെ അബ്ഡോമൻ ഫീച്ചേഴ്സ് മീൻസ് അബ്ഡോമൻ ഫോം ചെയ്യുന്ന ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. പോസ്റ്റീരിയർ എൻഡിൽ കോഡൽ പ്രോട്ടീൻ. അപ്പോൾ ഈ ജീൻസ് അതായത് അബ്ഡോമൻ ഫോമിങ് ജീൻസിനെ പിന്നെ എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കോഡലാണെന്ന് നമ്മൾ കണ്ടു. ഈ കോഡൽ ഒരു കാരണവശാൽ കഴിഞ്ഞാൽ എംബ്രിയോയുടെ ആൻറ്റീരിയർ പോർഷനിൽ ഉണ്ടാവുന്നില്ല. കാരണം എന്തായിരുന്നു? അതിനെ റിപ്രസ് ചെയ്യും. ആരായിരുന്നു? നമ്മുടെ ബൈക്കോയിഡ് അല്ലേ? ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടെർമിനൽ എൻഡ്സ്, എക്സ്ട്രീം ആൻറ്റീരിയർ, എക്സ്ട്രീം പോസ്റ്റീരിയർ റീജിയൻസ്. അപ്പം ആൻറ്റീരിയർ ടിപ്പിന് പറയുന്ന ഏക്രോൺ, പോസ്റ്റീരിയർ എക്സ്ട്രിമിറ്റിക്ക് പറയുന്നത് ടെൽസൺ. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഡിഫൈൻ ചെയ്യുന്ന ജീനായിരുന്നു ടോസോ ജീൻ. ആൻഡ് ഈ ടോസോ ജീൻസ് എംബ്രിയോയുടെ ടിപ്സിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഓഫ് വിച്ച് പ്രോട്ടീൻ? ഏത് പ്രോട്ടീൻ ആയിരുന്നു ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന? രണ്ട് ആൻറ്റീരിയർ എൻഡിലും പോസ്റ്റീരിയർ എൻഡിലും ടോസോ ലൈക്ക് പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് സ്പെസിഫിക്കേഷൻ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമ്മൾ സെഗ്മെൻറ്റേഷൻ ജീൻസ് കാണും. അതിനകത്ത് ഗ്യാപ്പ് ജീൻ, പെയർ റൂൾ ജീൻ അതൊക്കെ വരും. അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, വീഡിയോ ലെങ്ത് ആവും. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.